നമസ്കാരം. കോലം, അലങ്കാരം, രംഗോലി എന്നൊക്കെ അറിയപ്പെടുന്നത് പരമ്പരാഗത അലങ്കാര കലയുടെ രൂപമാണ്. ഇത് അരിപ്പൊടി ഉപയോഗിച്ച്, വെളുത്ത കല്ലുപൊടി, ചോക്ക് പൊടി ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ സിന്തറ്റിക് കളർ പൊടികളും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഗോവയിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ദക്ഷിണേന്ത്യൻ പ്രവാസികൾ ലോകമെമ്പാടും ഉള്ളതുകൊണ്ട് തന്നെ ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സമ്പ്രദായം കാണപ്പെടുന്നുണ്ട്. കോലങ്ങൾ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വീടുകളിൽ കാലത്ത് സ്ത്രീകൾ ഗൃഹത്തിന് മുന്നിൽ കോലം വരയ്ക്കും. പരമ്പരാഗതമായി വെളുത്ത അരിപ്പൊടി കൊണ്ടാണ് നിലത്തിൻ്റെ പരന്ന പ്രതലത്തിൽ ഇത് വരയ്ക്കുന്നത്. അതൊരു ദിവസം മുഴുവൻ നിൽക്കും. ചിലപ്പോൾ മഴയത്ത് ഒലിച്ചു പോവുകയോ കാറ്റിൽ പറന്നു പോവുകയൊക്കെ ചെയ്യാം. എന്താണെങ്കിലും പിറ്റേന്ന് ആ നിലം നമ്മൾ വൃത്തിയാക്കി വെള്ളം തളിച്ച് വീണ്ടും പുതിയ കോലം വരയ്ക്കും. ചാണകം തറയിൽ മെഴുകിയും കോലം വരയ്ക്കുന്ന സംസ്കാരം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ചാണകത്തിന് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന് സംരക്ഷണം നൽകുമെന്നാണ് കരുതുന്നത്. കോലത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അലങ്കാരമല്ല. പണ്ടൊക്കെ ഇത് വരച്ചിരുന്നത് നാടൻ അരിപ്പൊടിയിലാണ്. അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾക്ക് ഭക്ഷണത്തിനായി അധികം ദൂരമോ അധികം നേരമൊന്നും നടക്കേണ്ടി വരില്ല. മാത്രമല്ല, അരിപ്പൊടി പക്ഷികളെയും മറ്റ് ചെറുജീവികളെയും ഒക്കെ കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ക്ഷണത്തിൻ്റെ അടയാളമായിട്ടാണ് കോലത്തെ കാണുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയെയാണ് വെൽക്കം ചെയ്യുന്നത്. തറയിൽ നിന്ന് കൈ ഉയർത്താതെയും ഇടയിൽ എഴുന്നേറ്റ് നിൽക്കാതെയും സങ്കീർണമായ വലിയ കോലങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയുന്നത് അഭിമാനകരമായ കാര്യമായി കരുതുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ ഇടങ്ങളിൽ കല്യാണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ, അതേപോലെ ഓണത്തിന് മാവേലിയെ വെക്കുന്നതിന് മുന്നായിട്ടൊക്കെ അരി അരച്ച് കോലം വരയ്ക്കുന്ന രീതിയും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലാണ് നമ്മൾ പൊടി പിടിച്ച് വരയ്ക്കുന്നത് കേട്ടോ. ഇതിന് ആദ്യമായി ചെയ്യുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇത് വഴക്കം വന്നവർക്ക് മാത്രമാണ് എളുപ്പത്തിൽ അവരവർ വിചാരിക്കുന്ന ഡിസൈൻസ് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ സ്ത്രീകളുടെ കയ്യിൽ അവർക്കൊരു പേഴ്സണൽ ബുക്ക് തന്നെയുണ്ട്. അവരുടേതായിട്ടുള്ള പുള്ളിക്കോലങ്ങളോ അല്ലെങ്കിൽ രംഗോലികളൊക്കെ വരച്ച് അവർ കയ്യിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട്. ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു പേഴ്സണൽ ബുക്ക്. അവർ പരസ്പരം ആ ഡിസൈൻസൊക്കെ ഷെയർ ചെയ്യാറുമുണ്ട്. ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുണ്ടല്ലോ, ഒരു വരയിൽ തന്നെ ഡബിൾ ലൈനൊക്കെ വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 വിരൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തള്ളവിരലും ആദ്യത്തെ ചൂണ്ടുവിരലും അല്ലേ. ഇതിപ്പോൾ ഇവർ മിഡിൽ ഫിംഗർ കൂടെ യൂസ് ചെയ്യും, നടുവിലെ വിരലും കൂടെ യൂസ് ചെയ്തിട്ട് ഈ 3 വിരലിൻ്റെ ഇടയിലാണ് നമ്മൾ പൊടി പിടിച്ചിട്ടൊരു പ്രത്യേക രീതിയിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ 2 ലൈൻ ഡബിൾ ലൈൻ വരുന്ന പോലെയൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ. ഈ ഡിസൈൻസ് എന്ന് വെച്ചാൽ മത്സ്യം, പൂക്കൾ, താമര, സൂര്യൻ, ചന്ദ്രൻ, പൊങ്കലിനൊക്കെ ആണെങ്കിൽ കരിമ്പ്, പൊങ്കൽ വെക്കുന്ന പാത്രം, അങ്ങനെ വിവിധ തരം ഡിസൈൻസ് ഉള്ള കോലങ്ങളും വരയ്ക്കാറുണ്ട്. അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയ ഒരു കലാരൂപമാണ് ഈ കോലം, രംഗോലി എന്നൊക്കെ പറയുന്നതെന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാവിലെയുള്ള ആദ്യത്തെ ശുഭകാര്യമാണല്ലോ. അപ്പോൾ അത് ഭയങ്കര എനർജറ്റിക്കായിട്ട്
ഇരിക്കും ദിവസം മുഴുവൻ. ഇങ്ങനെ ഒരു കോലം ഇട്ട് തുടങ്ങുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ആ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും. ഇത് കാണുമ്പോൾ വളരെ നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് രാവിലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോലത്തിൻ്റെ 2 പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത്, ആദ്യത്തേത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയെ സ്വാഗതം ചെയ്യാനും ദുരാത്മാക്കളെ തുരത്താനും, രണ്ടാമത് വീടിനും പരിസരത്തിനും സൗന്ദര്യം കൂട്ടാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്.